ഫോൺ കോൾ, ഒരു OTP. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടമായാൽ എങ്ങനെയിരിക്കും? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് മിക്കവരും മൊബൈൽ ബാങ്കിങ്, UPI, ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ഉപയോഗിക്കുന്നവരാണ്. അതോടൊപ്പം തട്ടിപ്പുകാരും പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു ലിങ്ക്, ഇത്രയും മതി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ പോവാനായിട്ട്. ഒന്നുകിൽ KYC അപ്ഡേറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചു, അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും എന്നിങ്ങനെയുള്ള പല പല സന്ദേശങ്ങളും നമ്മുടെ ഫോണിൽ വരാറുണ്ട്. ഇവയിൽ പലതും തട്ടിപ്പായിരിക്കാം. ഓർക്കുക, ഒരു ബാങ്കും നമ്മളുടെ PIN നമ്പറോ OTPയോ പാസ്വേഡോ ഫോൺ വഴി ചോദിക്കാറില്ല. അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംശയിക്കേണ്ട കാര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിയാത്ത ഒരു ലിങ്കിലും കയറി നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അറിയാത്ത ആരുടെയെങ്കിലും മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫയലുകളായിട്ടോ അതല്ലാതെയുള്ള ആപ്പുകളോ എന്തെങ്കിലും നമ്മുടെ ഫോണിലേക്ക് അറിയാത്ത ആരുടെയെങ്കിലും നമ്പർ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആദ്യം അതൊന്ന് കൺഫേം ചെയ്യുക, പരിശോധിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ നടപടി സ്വീകരിക്കുക. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അറിയാത്ത ഒരു ലിങ്കും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി നിങ്ങൾക്ക് ഫയലുകളായിട്ടോ ആപ്പുകളായിട്ടോ നിങ്ങൾക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രം നടപടി സ്വീകരിക്കുക. ഓക്കെ. ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ, അതായത് ഈ ഓൺലൈൻ ലോകം നമ്മൾക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊരു ജാഗ്രത പാലിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് കേട്ടോ. അത് നിങ്ങൾ ഒരാൾ മറക്കരുത്. നമ്മൾ ഏതൊരു ലിങ്കും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഏതിലൂടെയാണ് നമുക്ക് പണി കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓൺലൈൻ ലോകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഭയങ്കര സൗകര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ജാഗ്രതയിലും കൂടെ ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അറിയാത്ത ലിങ്കിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആദ്യം ഒന്ന് പരിശോധിക്കുക, കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആരെയും നിങ്ങൾ പെട്ടെന്നൊന്ന് വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അറിയത്തില്ലെങ്കിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളായിട്ട് ഒന്നിനും പോയി ചാടാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.